ഹായ് ഫ്രണ്ട്സ്, സമാധാനവും എന്നാൽ ബിസിയുമായിട്ടുള്ള നിഹാരികയിലെ ഒരു സൺഡേയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 6:30. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ബാക്കി ദിവസങ്ങളിലൊന്നും രാവിലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ഒരു മഴയുള്ള ദിവസം കൂടിയായിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. കിളികൾ പറന്നു പോകുന്നതും ചില കിളികൾ മരക്കൊമ്പിൽ വന്നിരിക്കുന്നതും മഴത്തുള്ളികൾ വീഴുന്നതും ഒക്കെ നോക്കി ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ആകാശത്തേക്ക് എത്ര നോക്കിയിരുന്നാൽ നമുക്ക് മതിയാവില്ലല്ലോ. അതിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ തിങ്കൾ തൊട്ട് ശനി വരെയും നമുക്കിതൊന്നും സാധാരണ സാധിക്കാറില്ല. രാവിലെ അടുക്കളയിലെ തിരക്കും കുട്ടികളെ വിടുന്നതിൻ്റെ തിരക്കും ഇതൊക്കെയായി നമുക്കിതൊന്നും സാധിക്കാതെയില്ല. ഒരു സൺഡേ ആണ് ഒരല്പമെങ്കിലും സമാധാനത്തോടെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇരിക്കാൻ പറ്റുന്നത്. ഈ ആകാശത്തേക്ക് നോക്കി ഈ മേഘങ്ങൾ കണ്ടിരിക്കുമ്പോൾ പണ്ട് പഠിച്ചതാ ഓർമ്മ വരുന്നു, സ്ട്രാറ്റസ് മേഘവും സിംബസ് മേഘവും ഒക്കെ. പക്ഷെ ഇന്നും എനിക്കറിയില്ല ഈ കാണുന്നത് ഏത് മേഘമാണെന്ന്. ഇതുവരെയും എനിക്കത് മനസ്സിലായിട്ടുമില്ല. അന്നത് പഠിച്ചു, പരീക്ഷ എഴുതി, പാസ്സായി. പക്ഷെ ഇന്നും എനിക്കറിയില്ല ഒരു മേഘത്തിനെ കണ്ടാൽ അതിൻ്റെ പേരെന്തുവാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. രാവിലെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള കിളികളാണ് നമ്മുടെ പറമ്പിലുള്ള മരങ്ങളിൽ വന്നിരിക്കുന്നതും നമ്മളതൊന്നും സാധാരണ ദിവസങ്ങളിൽ ശ്രദ്ധിക്കാറേയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അല്പസമയം മനസ്സമാധാനത്തോടെ ഇരിക്കുന്നത്. കുട്ടികൾ എണീറ്റിട്ടില്ല. ഒരു ചായ ആവാമെന്ന് വിചാരിച്ചു. ഈ ചിത്രശലഭത്തെ പോലും നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ ചായയോടൊപ്പം ഇന്നത്തെ ഓർഡർ നോക്കാം. ഇന്ന് ഒരുപാട് ഓർഡറുകൾ വന്നൊരു ദിവസമാണ്. രാവിലെ തന്നെ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മനസ്സമാധാനമാവും. ഇന്നത്തെ കൊറിയർ പാക്കിങ്ങിൽ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. അതിൽ ഓരോ ഡ്രസ്സും പാക്ക് ചെയ്യുന്നത് അതിയായ സന്തോഷത്തിലാണ്. ഈ ഡ്രസ്സാണ് ഇന്നത്തെ ഫസ്റ്റ് പാക്കിങ്ങിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഡ്രസ്സൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് ഈ ഡ്രസ്സ് കണ്ടെത്തി. അപ്പോൾ ഇനി നമുക്ക് പാക്ക് ചെയ്യാം. ഇതിങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഇതിൽ താങ്ക് യു കാർഡ്, ഗിഫ്റ്റ്, പിന്നെ അഡീഷണലായിട്ട് ഞാനൊരു താങ്ക് യു ലെറ്റർ ഇവയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ താങ്ക് യു ലെറ്റർ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് എഴുതി വെക്കുന്നത്. അത് എൻ്റെ മനസ്സിൻ്റെ അത്രയും സന്തോഷമാണ് ഞാനത് കാണിക്കുന്നത്. ഓരോ കസ്റ്റമർ വരുമ്പോഴും എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്ന ഒന്ന് അത് ഫലപ്രാപ്തിയിലോട്ട് എത്തുന്നത്, അത് വളരുന്നത് കാണുന്നത് എനിക്ക് അതിയായ സന്തോഷം തന്നെയാണ്. അതിനോടൊപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഫുൾ ഫാമിലിയും ഉണ്ടെന്നുള്ളത് എനിക്ക് അതിയായ സന്തോഷം തന്നെയാണ്. സാധാരണ ഇതൊക്കെ എടുത്തു തരാൻ മക്കൾ ഞങ്ങളുടെ കൂടെ കൂടാറുള്ളതാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവരെ വിളിച്ചുണർത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇത് പാക്ക് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഫസ്റ്റ് പാക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം. ചായ മാത്രമേ രാവിലത്തെ ആയിട്ടുള്ളൂ. അപ്പം ബാക്കി നമുക്ക് കിച്ചണിലോട്ട് കയറാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിയാണ് ഈ പാക്കിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.